കോതമംഗലത്ത് സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 1 മുതൽ 100 ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് MLA ഷിബു തെക്കുംപുറം. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ദിവസം വീതം ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മീഡിയ 60ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 1 മുതൽ 100 ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് MLA ഷിബു തെക്കുംപുറം അറിയിച്ചു. 30 വികസന പദ്ധതികൾ ഉൾക്കൊള്ളുന്ന കർമ്മ പരിപാടിയുടെ വിശദാംശങ്ങൾ മീഡിയ 60യോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. 100 ദിന കർമ്മ പരിപാടിയിൽ 30 പദ്ധതികളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 30 പദ്ധതികളും കോതമംഗലം നിയോജകമണ്ഡലത്തിൻ്റെ വികസനം എല്ലാ തരത്തിലും സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ പരിപാടി എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകളിലും ഒരു ദിവസം ജനസമ്പർക്ക പരിപാടി നടത്തും എന്നുള്ളതാണ്. 6 മാസം കൂടുമ്പോഴാണ് ഈ ജനസമ്പർക്ക പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുമൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ ജനസമ്പർക്ക പരിപാടി കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വികസന പദ്ധതികൾക്ക് വേഗം കൂട്ടുന്നതിനുമായി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ദിവസം വീതം ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കും. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും സംസ്ഥാന ബജറ്റിലും ഉൾപ്പെട്ട പ്രധാന പദ്ധതികളാണ് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് MLA വ്യക്തമാക്കി. നിരവധി കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 100 ദിവസം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കും. കുടമുണ്ട പാലം അടിയന്തരമായി അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർത്തിയാക്കും. വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ് കോതമംഗലം. എല്ലാ തരത്തിലും കുടിയേറ്റ ജനതയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമഗ്രമായ പരിപാടികൾക്കാണ് രൂപം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 10 കിലോമീറ്റർ ആധുനിക ഫെൻസിങ് ഇടാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ച് ഈ 100 ദിവസം കൊണ്ട് അത് പൂർത്തിയാകും. 3 സ്ഥലങ്ങളിൽ RRTയെ നിയോഗിക്കാനുള്ള നടപടിയും നമ്മൾ എടുക്കുന്നതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ്, ചേലാട് സ്റ്റേഡിയം, കുടമുണ്ട പാലം, ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, ടൗൺ ഹാൾ എന്നിവയുടെ നടപടികൾ വേഗത്തിലാക്കും. തങ്കളം കാക്കനാട് പാതയുടെ അലൈൻമെന്റ് അന്തിമമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് MLA മീഡിയ 60യോട് പറഞ്ഞു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ ബൃഹത്തായ പദ്ധതികൾക്കും തുടക്കം കുറിക്കുവാൻ ഈ 100 ദിവസത്തെ കർമ്മ പരിപാടിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ വലിയ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും കോതമംഗലത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 100 ദിന കർമ്മ പരിപാടിക്ക് രൂപം നൽകുന്നത്. ടൂറിസം മേഖലയിൽ കോതമംഗലം ടൂറിസം സർക്യൂട്ട്, മൺസൂൺ ഫെസ്റ്റിവൽ, ഭൂതത്താൻകെട്ട് ഓണം ഫെസ്റ്റിവൽ, ഉദ്യാന നവീകരണം, ഇഞ്ചത്തൊട്ടി, ഡെസ്റ്റിനേഷൻ വികസനം എന്നിവ നടപ്പിലാക്കും. തൊഴിലും നിക്ഷേപവും ലക്ഷ്യമിട്ട് ഇൻഫോ പാർക്ക്, സബ് സെന്റർ, ഹൈടെക് അഗ്രികൾച്ചർ സെന്റർ, സ്കിൽ പാർക്ക് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. വന്യജീവി ആക്രമണം തടയുന്നതിനായുള്ള സമഗ്ര പാക്കേജ് തയ്യാറാക്കുകയും പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ഹാക്കത്തോൺ സംഘടിപ്പിക്കുകയും ചെയ്യും. എല്ലാവർക്കും സുരക്ഷിത ഭവനം എന്ന ലക്ഷ്യത്തോടെ MLAയുടെ ഭവന നിർമ്മാണ പദ്ധതിക്കും തുടക്കമിടും. കോതമംഗലത്തെ ബ്ലൂ സോൺ മാതൃകയിൽ വികസിപ്പിക്കുന്നതിനുള്ള വിശദമായ രൂപരേഖയും തയ്യാറാക്കും. നെല്ലിക്കുഴി ഫർണിച്ചറിന് അന്താരാഷ്ട്ര ഭൂസൂചിക പദവി നേടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച ഫർണിച്ചർ ഹബിന്റെ കേന്ദ്രമായി നെല്ലിക്കുഴിയെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും MLA പറഞ്ഞു. റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി ചാത്തമറ്റം, ഊരൻകുഴി, നെല്ലിമറ്റം, ഉപ്പുകുളം, ചേലാട്, ചെമ്മീൻകുത്ത്, തലക്കോട്, മുള്ളരിങ്ങാട് എന്നീ റോഡുകൾ BM&BC നിലവാരത്തിൽ നവീകരിക്കും. ബ്ലാവന, മണികണ്ഠൻചാൽ പാലങ്ങളുടെ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും അടിവാട് പാലം നിർമ്മാണത്തിന് തുടക്കമിടുകയും ചെയ്യും. ആരോഗ്യ രംഗത്ത് ഡിസീസസ് ഫ്രീ കോതമംഗലം പദ്ധതി നടപ്പിലാക്കും. അതിൻ്റെ ഉദ്ഘാടനം 27-ാം തീയതി കോതമംഗലത്ത് വെച്ച് നടത്തുന്നതാണ്. തുടർന്ന് നിരവധി കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ 100 ദിന പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ടൂറിസം മേഖലയിലും വളരെ സവിശേഷമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. മൺസൂൺ ഫെസ്റ്റ്, പൂത്താങ്കെട്ട് ടൂറിസം മേള തുടങ്ങിയ നിരവധി
കാര്യങ്ങൾ കൂടി ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കായിക രംഗത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ സെന്റേഴ്സ് ഓഫ് സ്പോർട്സ് എക്സലൻസ് ക്ലസ്റ്റർ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പദ്ധതികളുടെ ഫലപ്രദമായ ഏകോപനത്തിനായി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വികസനാസൂത്രണ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനായി പ്രത്യേക വെബ്സൈറ്റ് ഒരുക്കുമെന്നും MLA ഷിബു തെക്കുംപുറം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.